ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജയക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുവിടുവാണേ. അപ്പം കുറച്ച് കരഞ്ഞും കൂവിയൊക്കെയാണ് പോകുന്നെങ്കിലും ആൾ ഓക്കെയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പം ഇഷ്ടമാണ്. അവിടെ ചെല്ലുന്നതിന് വരെയുള്ള ബഹളമേ ഉള്ളൂ. അപ്പം അച്ഛനും നൈറ്റ് കഴിഞ്ഞ് വന്ന സമയമായിരുന്നു. അപ്പം ഞാൻ അവനെ വിടാൻ ഇറങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനും വരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പോയി വിടുവാണ് കേട്ടോ. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ നേരെ അവന്റെ സ്കൂളിലെത്തി. അവനെ അങ്ങോട്ട് വിടാനുള്ള തയ്യാറെടുപ്പാണ്. ഡോറൊക്കെ ഒന്ന് ജസ്റ്റ് നോക്ക് ചെയ്തപ്പോഴത്തേക്ക് അവർ ഓപ്പൺ ആക്കി. അങ്ങനെ ജയ്ക്കുട്ടിനെ വിട്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. അപ്പൊ ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കണ്ടേ, ഇപ്പൊ തന്നെ 8:30 9 മണിയായില്ലേ. അപ്പൊ പിന്നെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല രാവിലത്തെ. അപ്പൊ നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് വിട്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ സബ്ക റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. ഈ സബ്ക റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ ജെയ്ഡിനെ വിട്ടിട്ട് ഞങ്ങൾക്ക് വേഗം അങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് അതാണ് അടുത്തത്. അപ്പൊ അവിടെ പോയി അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു ഒക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങള് പൂരിയും മസാല ദോശയും പറഞ്ഞു കേട്ടോ. എനിക്ക് പൂരിയും അച്ഛനും മസാല ദോശയും. അതിന്റെ ഫുഡിനൊക്കെ വെയിറ്റ് ചെയ്യണം. 2 ചായയും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. നല്ല പൂരി ഉണ്ടല്ലേ, അടിപൊളി 3 പൂരി. അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല ടേസ്റ്റ് കാണും, കാരണം ചൂടോടുകൂടി ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നേരെ തന്നെ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം അച്ഛൻ്റെ മസാല ദോശയും വന്നു. അത് ഇച്ചിരി ഒന്ന് സൈഡ് ഒന്ന് കരിഞ്ഞ പോലെ തോന്നി. അപ്പോൾ അവർ പറഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്ക്, കൊള്ളത്തില്ലെങ്കിൽ മാറ്റി തരാമെന്ന്. പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി ഉച്ചക്കത്തെ കാര്യം നോക്കിയാൽ മതി വീട്ടിൽ ചെന്നിട്ട്. അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ ചായ വന്നിട്ട് അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ 1 ഗ്ലാസ് ചായ കൂടെ വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിലെ ഫ്രണ്ട് സൈഡ്. കാണാൻ സബ്ക റെസ്റ്റോറൻറ്റ് മെഹബുള്ള ബ്ലോക്ക് 1 കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഒറിജിനൽ പൂക്കളൊക്കെ തന്നെ കേട്ടോ. ഞാൻ ചെന്ന് നോക്കുകയൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഞങ്ങളുടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യും ഫുഡ്, അല്ലെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചു കഴിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് അച്ഛൻ്റെ ക്യാമ്പിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സാധനമാണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ ക്യാമ്പ്. അപ്പം ഞങ്ങൾ നേരെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. എനിക്ക് പുറത്തേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ലിഫ്റ്റിൽ കയറി ചുമ്മാ അവിടെ വാതിലൊക്കെ കറങ്ങിയടിച്ചിരുന്നു. അച്ഛൻ റൂമിലൊക്കെ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇതാണ് ക്യാമ്പ്. നല്ല സെറ്റപ്പാണ്, അടിപൊളിയാണ്. അങ്ങനെ ലിഫ്റ്റിലാണ് വന്ന്. സെക്കൻഡ് ഫ്ലോറാണ്. ചുമ്മാ എന്നാലും ലിഫ്റ്റിലൊക്കെ കയറിയാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് സാധനവും വാങ്ങിച്ച് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോരുവാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഇതൊരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ.